बरस बरस बदरा आशा की बूंदे बन के बरसे। രാക്കിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലായി മഴക്കാലം രാക്കിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം पिया 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 को मिलन की आस रे कागा कागा सब तन खैया खाऊं न मोरी आँख रे। ഓർമ്മകൾ തൻ ലോലകരങ്ങൾ പുണരുകയാണുടൽ മുറുകെ പാതി വഴിയിൽ കുതറിയ കാറ്റിൽ വിരലുകൾ വേർപിരിയുന്നു സ്നേഹാർദ്രമാരോ മൊഴിയുകയാവാം കാതിലൊരാത്മസ്വകാര്യം തെങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം രാക്കിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. ദേശിയ നീലരാവിൻ താഴ്വര നീളെ നിഴലുകൾ വീണിഴയുമ്പോൾ ഏതോ നിലവിൻ വാതിൽ പടിയിൽ കാൽപ്പെരുമാറ്റമുണർന്നു ആളുന്ന മഴയിൽ ജാലകവെളിയിൽ മിന്നലിലേതൊരു സ്വപ്നം ഈ മഴ തോറും പുൽക്കതിരുകളിൽ നീർമണി വീണു തിളങ്ങും രാക്കിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലായി മഴക്കാലം.
താങ്ക് യു. പെരുമഴക്കാലം സിനിമ കണ്ട ഒരു ഫീൽ തന്നെയായിരുന്നു ശരിക്കും. കാവ്യ ചേച്ചിയും മീര ചേച്ചിയുടെ ആ ഒരു വിഷ്വലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നൊരു ഭയങ്കര രസമുണ്ടായിരുന്നു. ഇവൻ എന്നെ കണ്ടുവരെ ചെറുതായിട്ട് നടന്നു. നമുക്ക് ഇനി എന്തായാലും ചോദിച്ചു നോക്കാം. ഷാനിക്ക, ഈശ്വര, ഷാനിക്ക, അടുത്ത ഗോൾഡൻ മൊമെന്റ് എന്താ പറയല്ലേ. ഞാൻ ജഡ്ജ്മെന്റിന് വേണ്ടിയാണ് കാത്തിരിക്കണം. എന്തായാലും കേട്ടേ പറ്റുള്ളൂ. ആക്ച്വലി എനിക്ക് തോന്നുന്നു വൈഗ ഒരു ഭയങ്കര എക്സാമ്പിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തത്. വൈഗ ഇവിടെ എല്ലാത്തിനും ഉണ്ട്. എല്ലാ കളിക്കും ചിരിക്കും കുരുത്തക്കേടിനും എല്ലാത്തിനും വൈഗ ഗെയിമാണ്. അതെ. പക്ഷെ പാട്ടിലേക്ക് വരുമ്പം ഇവളെ വെല്ലാൻ ആരും ഇല്ലാന്ന് അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോഴേ ഷാനിക്ക പറഞ്ഞു വൈകയോ. ഞാൻ ആ പാട്ടിന്റെ പേരും വൈകയോ ഈ പാട്ടോ എങ്ങനെ സിങ്ക് ആവുന്നൊക്കെയാണ് ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പം വേഴ്സറ്റാലിറ്റിയുടെ കാലാണ്. അവിടെ വൈഗ അടിപൊളി പാട്ടും ഇഷ്ടം പോലെ പാടി. ഇപ്പം ദേ ഈ ഒരു പാട്ട് ഈ ഒരു പ്രായത്തിലുള്ള ഒരാൾക്ക് ഇതിലും നന്നായിട്ട് എങ്ങനെ പാടാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല മോളെ. ഞാൻ ആ ഷീറ്റില് മോള് ഫസ്റ്റ് ലൈൻ പാടിയ ആ ഫസ്റ്റ് ലൈൻ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. പിന്നെ ഞാൻ ഷീറ്റിലേക്ക് നോക്കിയിട്ടില്ല. ഞാൻ വൈകനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു കുട്ടി ഇത്രയും ഫീൽ കൊടുത്തിട്ട് ഇത്രയും ഡെപ്ത് ഉള്ളൊരു പാട്ട് പാടുന്നതെന്നുള്ളത് അത് അസാധ്യമാണ്. അത് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കി പാടുക എന്ന് പറയുന്നത് അതിൻ്റെ നമ്മുടെ വകയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ആ എഴുന്നേറ്റ് നിന്നുള്ള. കീപ് വർക്കിംഗ് ഹാർഡ് കേട്ടോ മോളെ. വൈകക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. ഞാനൊക്കെ കൗകാരനായതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു ദേശീയ ഗാനമായിരുന്നു ഒരു കാലത്ത് ഈ പാട്ട്. കാരണം റഫീഖയുടെ പാട്ടാണ്. അപ്പം അതുകൊണ്ട് ഓരോ വരിയും ബൈ ഹാർട്ടാണ് ഇതിൽ. ഇപ്പം വൈഗ അവിടെ പാടുന്ന സമയത്ത് എൻ്റെ ചുണ്ടിൽ ഇതിൽ ഓരോ വരി ഉണ്ടായിരുന്നു. അപ്പം അത് അത്രയും ഫീൽ ചെയ്ത് ഉള്ളിൽ ആ സിനിമയാണെങ്കിലും എം ജയചന്ദ്രൻ്റെ മ്യൂസിക് അദ്ദേഹം തന്നെയാണ് പാടിയിരിക്കുന്ന പാട്ട്. അതേപോലെ ഞാനിപ്പോൾ ഇവർക്കൊക്കെ ഇപ്പം നിങ്ങൾക്കൊക്കെ വൈഗ വേറെ പാട്ട് പാടിയതൊക്കെ കാണാം. ഞാനിപ്പോൾ ഇതിലാണ് കാണുന്നത്. അപ്പം ഇതിൽ 100% ആണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ ഒന്നും പറയാനില്ല മോളെ. വെച്ചാൽ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഒന്നാമത് ഈ പാട്ട് എനിക്ക് എൻ്റെ അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ ഓർക്കുന്നൊക്കെ ഈ പാട്ട് വഴി. അപ്പം എനിക്കത് കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയത്. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു മൊമെന്റ്സിലേക്ക് പോവാല്ലേ. രക്ഷപ്പെട്ടല്ലോ എലിമിനേഷൻ. ഇവിടെ ഏറ്റവും കൂടുതൽ ഷാനിക്കയുടെ ചീത്ത കേൾക്കുന്ന ഇവൾക്കാ. അതിന് ഗുണമുണ്ടായില്ലേ? അതെ. പക്ഷെ ഇന്ന് ആക്ച്വലി ഇന്ന് വൈഗയുടെ ഡേ ആണ്. സത്യം. ഇന്ന് അവളുടെ ഹാർഡ് വർക്ക് ആണ് ഇന്ന് ഇവിടെ റിഫ്ലക്ട് ചെയ്തത്. വൈഗാഡേ ഇന്നാണ് ആക്ച്വലി വൈഗാഡേ. അപ്പൊ വൈകാതെ നമുക്ക് അത് ഇങ്ങോട്ട് എടുത്താലോ? അതെങ്ങനെയുണ്ട്? ഞാൻ അധികം മിണ്ടായിരുന്ന പക്ഷെ പിന്നെ ചോദിച്ചോണ്ട് തന്നെ നല്ലതെന്ന് പറഞ്ഞതാ. അല്ല, പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കായിരുന്നു ഞാൻ. ഷാനിക്ക എടുക്കും. എനിക്ക് മനസ്സിലായി. പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി നിറം ചാർത്തുമോരോ ഈണമാ. അപ്പൊ എന്തായാലും ഗോൾഡൻ മൈക്ക് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു ജഡ്ജസ്. താങ്ക് യു. സൂപ്പർ.